എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിലിപ്സിൻ്റെ ഒരു 5.1 ഹോം തിയേറ്റർ സിസ്റ്റം. അപ്പോൾ ഈ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം കൊണ്ടുവന്ന കസ്റ്റമർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് സൗണ്ട് വയ്ക്കുമ്പോഴത്തേക്കും സബിൽ യാതൊരു അനക്കവുമില്ല. പിന്നെ അതേ കണക്കെ തന്നെ ഇതിൻ്റെ 2 ചാനലിലും സൗണ്ട് കേൾക്കുന്നില്ല. സബിലും 2 ചാനലിലും സൗണ്ട് കേൾക്കുന്നില്ല. അത് റെഡിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഫിലിപ്സിൻ്റെ 5.1 ഹോം തിയേറ്റർ സിസ്റ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിപ്പയറിംഗ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹോം തിയേറ്റർ ഒന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്തിട്ട് ഈ സബൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിതൊന്ന് പവർ കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് ഇവിടെ ഒരു സബിലൊരു സൗണ്ട് കേൾക്കും. ഇവിടെ ചുവന്ന കളർ ലൈറ്റാണ് കത്തിക്കിടക്കുന്നത്. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തപ്പോഴത്തേക്ക് അത് പച്ച കളറായി. ഇനി ഇത് വോളിയം അപ്പ് ഡൗണ്, ഇത് അപ്പ്. വോളിയം ഫുള്ള് കൂടുന്നുണ്ട്. ഇത് ഇൻപുട്ട് സെലക്ഷൻ. ഓരോ ഇൻപുട്ടായിട്ട് ഇതിലിങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വോളിയം ഫുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആക്സ് ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. TV, ആക്സ്, CD എന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ആ ഹമ്മിങ് നോയ്സ്, നമ്മൾ ഹോം തിയേറ്ററൊക്കെ ഓൺ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ തൊടുമ്പോഴത്തേക്ക് ഒരു ഹമ്മിങ് നോയ്സ് ഉണ്ടാവും. ആ ഹമ്മിങ് നോയ്സ് ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സബ്വൂഫറിൻ്റെ കണക്ഷൻ. സബ്വൂഫറിൻ്റെ കണക്ഷനിൽ തൊട്ടിട്ട് യാതൊന്നും ഒരു അനക്കവുമില്ല. ആക്സിൽ തൊട്ടിട്ട് യാതൊരു അനക്കമില്ല. ഇനി TVയിൽ തൊട്ടിട്ട് യാതൊരു അനക്കവും ഇല്ല. അപ്പോൾ ആ ഹമ്മിങ് നോയ്സ് നമുക്കിതിൽ വരുന്നില്ല. പക്ഷേ ഈ ഒരു എനിക്ക് കൈ വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ഹമ്മിങ്ങിൻ്റെ ഒരു വൈബ്രേഷൻ, ഒരു ചെറിയൊരു വൈബ്രേഷൻ എൻ്റെ കൈക്ക് കിട്ടുന്നുണ്ട് ഇതിൽ. അതായത് ഇത് ആക്റ്റീവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു സബിൻ്റെ കണക്ഷൻ ആക്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻ ഇതിലിപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് പാനൽ അഴിച്ചെടുത്തിട്ട് ഇതിനകത്ത് എന്താണ് സ്വിച്ച് സെലക്ട് ആവുന്നുണ്ടോ ഇല്ലയോ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. ഒന്ന് മാറ്റി വെച്ച് ഇനി ഇതിൻ്റെ വയറിൽ പിടിച്ച് പതുക്കെ ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സബിൻ്റെയും മറ്റ് ഇതിൻ്റെയൊക്കെ പവർ ആമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ, ആംപ്ലിഫയർ സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അവസാനത്തെ ഈ 2 സെക്ഷൻ, ഇത് ഓരോ സ്പീക്കറിൻ്റെയും ഓരോ ചാനലിൻ്റെയും സെക്ഷനുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ 2 സെക്ഷനായിട്ടാണ് നമുക്ക് സബിന് വരുന്നത്, 2030 IC വരുന്നത്. നമ്മൾ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ട് ഓൺ ചെയ്ത് ഇനി ഇവിടുത്തെ ഈ ഒരു ആമ്പ് സെക്ഷൻ്റെ ഇൻപുട്ടിൽ തൊടുമ്പോൾ അവിടെ ഹമ്മിങ് നോയ്സ് വരുന്നുണ്ട്.
നമുക്ക് ഇവിടെ ഹമ്മിങ് നോയ്സ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 IC ഉണ്ട്. ഈ 2 IC ആണ് 5.1 2.1 ആയിട്ട് സ്വിച്ചിങ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ TV കൊടുക്കുമ്പോഴത്തേക്കും അത് 5.1 അതോ 2.1 എന്ന് സ്വിച്ചിങ് ചെയ്യുന്നത് ഈ 2 IC. അപ്പോൾ ആ ICയുടെ ഔട്ട്പുട്ട്, അതായത് സ്വിച്ചിങ് ചെയ്തിട്ട് വരുന്ന ഔട്ട്പുട്ട്, അതാണ് നമ്മുടെ ഈ ഒരു പവർ ആമിൻ്റെ സർക്യൂട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇൻപുട്ട് വരുന്നത് ഈ ഒരു ഇതിൻ്റെ സെക്കൻഡറി ബോർഡിൽ നിന്നാണ്, ഇവിടെ നിന്നാണ് ഇൻപുട്ട് വരുന്നത്. ആ ഇൻപുട്ട് ഇവിടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നിലും ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഹമ്മിങ് നോയ്സ് വരുന്നില്ല. ഇത് ഇൻപുട്ട്, ഈ ഒരു ലൈന് മൊത്തം ഔട്ട്പുട്ട്. അപ്പോൾ ഈ സ്വിച്ചിങ് IC കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രശ്നം ഈ ഒരു ബോർഡാണ്. ഈ ഒരു ബോർഡിൽ ഇവിടെ ഈ 5.1 2.1 സ്വിച്ചിങ് കറക്റ്റായിട്ട് നടക്കുന്നില്ല. ആ സ്വിച്ചിങ് കറക്റ്റായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ ഈ ഒരു പോർട്ടിൽ ഇൻപുട്ടിൻ്റെ ഹമ്മിങ് കിട്ടത്തുള്ളൂ. നമുക്ക് നമ്മുടെ വരുന്ന ഓഡിയോ സോഴ്സ് ഇവിടെ വന്നിട്ട് ഇവിടെ ബ്ലോക്ക് ആവുകയാണ്. ഓഡിയോ സോഴ്സ് ഇവിടെ ബ്ലോക്ക് ആവുന്നതുകൊണ്ടിട്ടാണ് നമ്മുടെ ഈ ഒരു ഓഡിയോ ഔട്ട്പുട്ട് ആംപ്ലിഫയറിന് ആ ഒരു ഹമ്മിങ് നോയ്സ് പുറത്ത് വിടാൻ കഴിയാത്തത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബോർഡിനകത്തുനിന്ന് അഴിച്ചെടുക്കുക. ഇത് കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പറഞ്ഞാൽ നല്ല രീതിയിൽ തുരുമ്പെടുത്തിരിപ്പുണ്ട് ഈ ഒരു ബോർഡിൻ്റെ ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അഴിച്ചെടുക്കാൻ ഇച്ചിരി നല്ല ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഓരോ സ്ക്രൂവിലും അത്രയ്ക്ക് തുരുമ്പ് പിടിച്ചിട്ടാണ് ഈ അത്രയും സ്ക്രൂ ഇരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ IC സ്ക്രൂ, ഈ 7 IC ഉണ്ട്. 7 1 2 3 4 5 6 7 IC ഉണ്ട്. അപ്പോൾ ഈ 7 ICയുടെയും ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്ക്രൂവും ക്ലീൻ ചെയ്ത് വേണം അഴിച്ചെടുക്കാൻ. അപ്പോൾ ഇത് മൊത്തം അഴിച്ചെടുക്കാൻ നല്ലൊരു സമയം തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം അഴിച്ചെടുത്തിട്ട് ഈ ബോർഡിൻ്റെ ആ ഒരു കണ്ടീഷൻ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബോർഡ് ഞാൻ ഇതിനകത്തുനിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രൂവിൻ്റെയൊക്കെ കണ്ടീഷൻ കാണിച്ചു തരാം. സ്ക്രൂ ഒക്കെ കണ്ടോ, തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു. ഇത് നമുക്ക് ഡയറക്റ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ട് അഴിച്ചെടുക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സ്ക്രൂ ഡ്രൈവർ ഇടുന്ന ആ ഒരു പാകം, ആ സ്ക്രൂ ഡ്രൈവർ ഇടുന്ന ആ വെട്ടിൽ തുരുമ്പ് കയറി അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് മൊത്തവും ക്ലീൻ ചെയ്ത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അത് ലോക്കാവത്തില്ല. ആ ലോക്കാവുന്ന രീതിയിൽ ഇതിനകത്തിരിക്കുന്ന ഈ ഒരു തുരുമ്പെല്ലാം ഇങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം, ക്ലീൻ ചെയ്തതിന് ശേഷമാണ് സ്ക്രൂ ഡ്രൈവർ വെച്ച് പതുക്കെ ലൂസാക്കി എടുക്കണം. പെട്ടെന്ന് നമ്മൾ ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ത്രെഡ്, ഇതിനകത്തുള്ള ത്രെഡ് പോവും. അപ്പോൾ ആ ത്രെഡ് പോവാതെ, ആ പിടുത്തം പോവാതെ നമുക്ക് പതുക്കെ ടൈറ്റ് ചെയ്യുക, ലൂസാക്കുക. ഇങ്ങനെ വിടുമ്പോഴത്തേക്കും ഇത് അലൂമിനിയമാണ്. ഈ അലൂമിനിയത്തിലെ ക്ലാവുമായിട്ട് ഇത് ജോയിൻ്റ് ആയിരിക്കും. ആ ജോയിൻ്റ് വിട്ട് അത് ലൂസായി ഇളകി വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മൊത്തം 9 സ്ക്രൂ ഉണ്ടായിരുന്നു. ഈ 9 സ്ക്രൂവും ഇതേ കണക്കിരുന്ന് ക്ലീൻ ചെയ്താണ് ഇളക്കിയെടുത്തത്. അപ്പോൾ ഈ ബോർഡിൻ്റെ പ്രശ്നം നിങ്ങൾക്കിപ്പോൾ നേരിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ബോർഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ ഒരു കാര്യങ്ങളും പൊട്ടിപ്പോയതുകൊണ്ടിട്ടാണ്. ഇതുണ്ടോ, കണ്ടിന്യൂറ്റി ഇല്ല. ഇതിങ്ങനെ വരാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു വാക്സാണ് ഇതിൽ വരുന്ന. ഈ ഒരു വാക്സ് ഇതിൽ മാത്രമല്ല, എല്ലാ ഹോം തിയേറ്റേഴ്സിലും ഇതേപോലുള്ള ബോർഡുകളിലെല്ലാം ഇതേ കണക്കുള്ള വാക്സ് അവർ ഒഴിച്ചിട്ടുണ്ടാവും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാക്സിന് കാലാവധിയുണ്ട്. ഈ ഒരു വാക്സിൻ്റെ കാലാവധി കഴിയുമ്പോഴത്തേക്കും ഈ വാക്സ് പെട്ടിട്ടുള്ള കമ്പോണൻസുകൾ തുരുമ്പിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇതിന് തന്നെ ശ്രദ്ധിക്കാം, ഈ വാക്സ് ഉള്ളിടത്ത് മാത്രമാണ് ഇത് തുരുമ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സൈഡിൽ
ബാക്കി വാക്സ് ഇല്ലാത്തടത്ത് ഒരു കമ്പോണൻറ്റ് പോലും തുരുമ്പിച്ചിട്ടില്ല, ഒരു ഡാമേജസും വന്നിട്ടില്ല. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒബ്സലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു വാക്സ് ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ ഒബ്സലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിൽ, അതായത് ഒരു 3, 4, 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വാക്സ് ഉള്ളിടത്ത് തുരുമ്പെടുക്കുകയും അവിടുത്തെ ഉള്ള കണക്ഷനുകൾ പൊട്ടിപ്പോവാനോ അതോ അല്ലെങ്കിൽ അത് ഡിസ്കണക്റ്റ് ആവാനോ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ കസ്റ്റമർ സ്വാഭാവികമായിട്ടും ഇത് കംപ്ലൈൻ്റ് ആയി ഇനി ശരിയാക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഇതങ്ങ് ഒഴിവാക്കിയിട്ട് പുതിയത് മേടിക്കും. ആ ഒരു രീതിയാണ് ഒബ്സലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കെന്തായാലും നമ്മളെപ്പോലുള്ള ടെക്നീഷ്യന്മാർ ഇത് കണ്ടെത്തുകയും ഇത് എല്ലാം അഴിച്ചു കളഞ്ഞ് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ ഏതൊക്കെ റെസിസ്റ്റൻസ് ആണോ എന്തൊക്കെ കമ്പോണൻറ്റുകളാണോ ഇതിൽ പോയിട്ടുള്ളത് അതെല്ലാം മാറ്റി ക്ലിയറാക്കി എടുക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് പണിയുണ്ട്. കാണാം, ഇവിടുത്തെ റെസിസ്റ്റൻസൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ഈ പവർ 2030 IC ഒക്കെ തുരുമ്പെടുത്തിരിപ്പുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ ഈ റെസിസ്റ്റൻസൊക്കെ മാറി ഇതൊന്ന് ഈ ബോർഡൊന്ന് സെറ്റാക്കിയിട്ട് നമുക്കിതൊന്ന് ഇട്ട് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഫുള്ള് റെഡിയാക്കിയിട്ട് വരാം. ഇപ്പോൾ ഞാനിത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അത് റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന വാക്സ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് മൊത്തം. എന്നിട്ട് ഇത് തുരുമ്പെടുത്ത് ഒടിഞ്ഞു പോയിട്ടുള്ള ആ ട്രാക്കുകളെല്ലാം നല്ല രീതിയിലുണ്ട്. ഈ ഒരു ട്രാക്ക് പോയതാണ്, ഈ ഒരു ട്രാക്ക് പോയതാണ്, ഇവിടെ ഈ ഒരു ട്രാക്ക് പോയതാണ്. ആ ജമ്പറുകളെല്ലാം വരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു റെസിസ്റ്റൻസ് 680 ഓമിൻ്റെ റെസിസ്റ്റൻസ്, ഇതും ലെഗ് പൊട്ടിപ്പോയിരുന്നു. അതും വേറെ റെസിസ്റ്റൻസ് ഇട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കണക്ഷനുകളും പെർഫെക്റ്റാണ്. ഇനി അടുത്തത് ഇവിടെ ഈ ഒരു ഓരോ ഐസിയിലിരുന്ന ഐസിയും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ അതിരുന്ന സ്ഥലവും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഇതേ കണക്ക് ഫിറ്റ് ചെയ്ത് കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കറക്റ്റായിട്ട് എല്ലാ ചാനലിലും ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ അതിന് ഇവിടെ ഇരുന്ന തെർമൽ പാഡാണ്. ഈ പാഡെല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട്. ഈ പാഡ് നമുക്ക് തിരിച്ച് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല പുതിയ തെർമൽ പാഡും വെച്ച് അതിനകത്ത് നല്ല രീതിയിൽ ഇത് പെട്ടെന്ന് നല്ല ഹീറ്റാവുന്നതാണ് ഈ ഒരു 2030 IC എന്ന് പറയുന്നത്. നല്ല ചൂടാവും ഈ IC. അപ്പോൾ ഈ ICക്ക് നല്ല രീതിയിൽ തെർമൽ പേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഹീറ്റ് സിങ്കിലോട്ട് പിടിപ്പിക്കാൻ. അപ്പോൾ ഇതൊക്കെ പിന്നെ ഹീറ്റ് സിങ്കും തെർമൽ പാഡൊക്കെ വെച്ച് ഈ ഒരു ബോർഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഈ ബോഡിയിൽ കറക്റ്റായിട്ട് എല്ലാം അറ്റാച്ച് ചെയ്ത് ഈ പുതിയ തെർമൽ പാഡും ഹീറ്റ് സിങ്ക് പേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു 7 ICയും കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയപ്പോഴത്തേക്കും ഈ സബ്വൂഫറിൽ ഹമ്മിങ് നോയ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഹമ്മിങ് നോയ്സ് വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. കാര്യം ഇതിനകത്ത് സബ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിത് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്വൂഫറിനകത്തുള്ള ഈ ഒരു ലൈൻ, അതായത് നമ്മുടെ ഇവിടെ ഈ SWയിൽ നമ്മൾ ഒരു ട്യൂസ്റ്റർ വെച്ചിങ്ങനെ തൊടുമ്പോഴത്തേക്ക് അതിനകത്ത് ഹമ്മിങ് നോയ്സ് വരണം. നേരത്തെ ഹമ്മിങ് നോയ്സ് ഇല്ലായിരുന്നു. ഇനി നമുക്ക് ആ ഹമ്മിങ് നോയ്സ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പവർ കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ചെറുതായിട്ട് ഹമ്മിങ് നോയ്സ് കേൾക്കുന്നുണ്ട്. ഞാൻ ആ വാളിയം ഒന്ന് ഫുള്ളായിട്ട് കൂട്ടി വയ്ക്കാം. ഓക്കെ,
ഇപ്പോൾ അതിൻ്റെ ആ ഹമ്മിങ് നോയ്സ് കറക്റ്റായിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൽ അതിന് ആ വാക്സ് വന്നിട്ട് തുരുമ്പെടുത്ത് അതിൻ്റെ കണക്ഷനെല്ലാം ട്രാക്കുകളെല്ലാം പൊട്ടിപ്പോയത് കൊണ്ടിട്ടായിരുന്നു നമുക്കിത് റെഡിയാക്കാൻ പറ്റാതിരുന്നത്, നമുക്കത് കേൾക്കാൻ പറ്റാതിരുന്നത്. അതായത് സബ് വൂഫറും 2 ചാനൽ കേൾക്കാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ആ ഒരു ക്ലാവ് പിടിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയറാക്കി അത് പഴയ പോലെ തന്നെ അത് ശരിയാക്കി വെച്ചപ്പോഴത്തേക്കും ഇപ്പോൾ ആ ഹമ്മിങ് നോയ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ പ്രശ്നം അങ്ങ് മാറിയിട്ടുണ്ട്, സബ് കേൾക്കുന്നില്ല എന്നുള്ള ആ പ്രശ്നം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.